ജനുവരി 21 നമ്മുടെ ഉറവിന്റെ 119ാമത്തെ വെബിനാറാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. വളരെ 4-5 വർഷമായിട്ട് തന്നെ തുടർച്ചയായിട്ട് നടക്കുന്ന നമ്മുടെ ഉറവ് വെബിനാറിന്റെ സക്സസിന് കാരണം ഇവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെയാണ്. നമുക്ക് ഇനിയും കൂടുതൽ ആൾക്കാർ ഇനിയും ഈ ഉറവ് വെബിനാർ തുടങ്ങുമ്പോൾ, ഇന്നത്തെ വെബിനാർ തുടങ്ങുമ്പോൾ കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഉറവ് വെബിനാറിന്റെ ഓരോ പ്രാവശ്യത്തെ വെബിനാറിലും നമുക്ക് വളരെ വ്യത്യസ്തമായ ഓരോരോ അനുഭവങ്ങൾ തന്നുകൊണ്ടാണ് ഓരോ ട്രെയിനേഴ്സും നമുക്ക് കടന്നു പോകുന്നത്. 2026 നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് റെസൊല്യൂഷൻസും പിന്നെ സ്വപ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ 2026 എന്നുള്ളൊരു വർഷത്തിലോട്ട് കടന്നിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് എങ്ങനെ കാര്യമായിട്ട് സക്സസ്ഫുൾ ആക്കി എടുക്കാം എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇവിടുത്തെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ സെക്രട്ടറി സാറായ സൈജു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. ഇന്ന് ഉറവിന്റെ 119ാമത്തെ വെബിനാറാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറാണ് നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം റീഡിസൈൻ 2026 എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഇന്ന് ഇവിടെ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലാണ് സാർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ജോൺ ബേബി സാറാണ്. സാറിനെ എല്ലാവർക്കും അറിയാം. സാറ് എല്ലാവരുടെയും പേരിൽ, നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ പേരിൽ, ഓരോരുത്തരുടെയും പേരിൽ സാറിന് വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. താങ്ക് യു. ഇന്നത്തെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഗോപാലകൃഷ്ണൻ സാറാണ്. സാറിന് എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി ഒരു പൂച്ചെണ്ട് നൽകി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. ഇന്ന് നമുക്ക് ഇവിടെ നന്ദി പറയാനായിട്ട് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ പോൾ പടയാട്ടി സാറാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനാണ്. അപ്പൊ സാറിനും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. നമുക്ക് ഇന്ന് MC ആയിട്ട് എത്തിയിരിക്കുന്നത് ജയശ്രീ മാഡം ആണ്. ജയശ്രീ മാഡത്തിനും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. നമ്മുടെ എറണാകുളത്തിന്റെ ഓരോ വ്യക്തികൾക്കും, നമ്മുടെ ഈ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. വളരെ അധികം പേരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഉറവ് വെബിനാർ നടക്കുന്നത്. അപ്പോ നമുക്ക് ഈ ഉറവ് വെബിനാറാണ് മറ്റ് വെബിനാറുകൾക്ക് പ്രചോദനമായത്. എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുള്ള ഒരു അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വെബിനാർ കൂടിയാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇത് തുടർന്നു കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ജയശ്രീ മാം. താങ്ക് യു. താങ്ക് യു സൈജു സാർ. സാറ് പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും എറണാകുളത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഉറവ് വെബിനാർ എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഇത്രയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ നമുക്ക് ഒരുപാട് ദൈവത്തോട് നന്ദി പറയാനുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് പറയുന്നതിനായും അതോടൊപ്പം തന്നെ ട്രെയിനേഴ്സ് ഇൻട്രഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് എന്നും ഊർജ്ജസ്വലതയോടെ മാത്രം കാണാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ ജോൺ കെ ബേബി സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Over to you, sir. Thank you, Jayashree Madam. Dear councillors, trainers, dear Gopalakrishnan sir, other respected dignitaries. Redesign 2026 എന്ന ഗോപാലകൃഷ്ണൻ സാറിന്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞാൻ ഒന്ന് പുറകോട്ട് നോക്കി.
പുതുവർഷത്തിന്റെ ആരംഭമാണ്. 2026 തുടക്കമാണ്. ഞാനൊന്ന് പുറകോട്ട് നോക്കി. ഏതാണ്ട് 4.5 ദശാബ്ദം കേരളത്തിന് പുറത്ത് ജീവിച്ചതിന് ശേഷം 2020 മെയ് മാസത്തിൽ ഞാൻ കേരളത്തിൽ എത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്ന ആ വലിയ സന്തോഷത്തോടെ. പക്ഷേ ഈ 4 വർഷത്തെ എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ എനിക്കൊന്ന് മനസ്സിലായി. ഇത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഒരു വ്യാമോഹം മാത്രമാണ്, ഒരു സത്യമല്ല. തകർന്നു വീഴുന്ന കുടുംബ ബന്ധങ്ങൾ, ഏറ്റവും കൂടിയ വിവാഹമോചന കേസുകൾ പെൻഡിങ്ങിൽ കിടക്കുന്ന നാട്, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ ഉള്ള നാട്, ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ലിക്കർ കൺസംഷൻ ഉള്ള നാട്, ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് ഉള്ള നാട്, ഏറ്റവും കൂടുതൽ മരുന്നുകൾ വിറ്റഴിയുന്ന നാട്, ഏറ്റവും കൂടുതൽ റേപ്പും മറ്റ് ചൈൽഡ് അബ്യൂസും ഉള്ള നാടുകൾ പെർ 1000. എല്ലാം നോക്കിയാൽ ഇവിടെ കൗൺസിലേഴ്സ് മാത്രം പോരാ. ശരിക്കും ഒരു റിഫോമേഴ്സിനെയാണ് ആവശ്യം. നമ്മളെല്ലാം കൗൺസിലേഴ്സ് ആണ്. എന്നാൽ കൗൺസിലിംഗ് കൊണ്ട് മാത്രമായില്ല, നമ്മളെല്ലാം ഒരേ റിഫോർമറായി മാറി നമ്മുടെ നാടിനെ ഒന്ന് റിഫോം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് തിരിച്ചു കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പണ്ട് എവിടെ പറഞ്ഞു കേട്ടതുകൊണ്ട്, സോക്രട്ടീസിന്റെ ഭാര്യ സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊല്ലുമ്പോൾ മൈ സോക്രട്ടീസ് എന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് ഗ്രീക്കിന്റെ നഗരത്തിലൂടെ അലഞ്ഞു നടന്നുവെന്ന്. നമ്മളും ഒരുപക്ഷെ എൻ്റെ നാടെന്ന് ചങ്കത്തടിച്ചുകൊണ്ട് ഈ നാടിന്റെ തെരുവിലൂടെ ഓടി നടക്കേണ്ട ഒരു കാലഘട്ടം വരുമോ എന്ന് ഒരു ഭയമുണ്ട്. നമുക്ക് കൗൺസിലേഴ്സും ട്രെയിനേഴ്സും മാത്രം മതിയാവില്ല. വരും കാലങ്ങളിൽ പലപ്പോഴും ഒരു വീട്ടിലൊരു കൗൺസിലറും ഒരു ട്രെയിനറും വേണ്ടിവരും എന്നാണ് പോകുന്ന പോക്കിൽ തോന്നുന്നത്. ഓരോ വീടുകളിലും നമുക്ക് കൗൺസിലേഴ്സും ട്രെയിനേഴ്സും വേണ്ടിവരും. എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മളെല്ലാം കൗൺസിലേഴ്സും ട്രെയിനേഴ്സും വളരെ വളരെ അഗാധമായി ചിന്തിക്കേണ്ടതാണ്. നമ്മളെല്ലാം മിഡിൽ ക്ലാസ്സും ഒരു അപ്പർ മിഡിൽ ക്ലാസ്സും ഫാമിലിയിൽ പെട്ട ഒരു ന്യൂനപക്ഷമാണ്. നമ്മുടെ വീടുകളെല്ലാം സമാധാനമായി സന്തോഷമായി പോകുന്നു. പക്ഷേ നമ്മൾ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. ഒരു കൗൺസിലിംഗിൽ ഇരിക്കുമ്പോൾ മാത്രമേ അറിയാവൂ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ, ഓരോ വീടുകളിൽ നടക്കുന്ന കഥകൾ, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഫിക്ഷനിൽ പോലും വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ, തകർന്നു വീഴുന്ന ജീവിതങ്ങൾ. അപ്പോൾ നമുക്ക് കൗൺസിലേഴ്സിനും ട്രെയിനേഴ്സിനും ഇനിയും നമ്മളെ കൂടുതൽ സ്കിൽ അച്ചീവ് ചെയ്തുകൊണ്ട് കൗൺസിലറും ട്രെയിനേഴ്സും മാത്രമല്ല ഒരു റിഫോർമർ കൂടിയായി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ ചുരുക്കുകയാണ്. എൻ്റെ അടുത്ത ദൗത്യമായ നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണൻ വലിയത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കടമ കൂടി ഞാൻ നിർവഹിക്കട്ടെ.
Mr. Gopalakrishnan is a highly skilled and experienced trainer. He is a world record holder certified by the World Records Union for bite-sized training session organized by JCI 22 Kavadiyur in September 2025. He is a first prize winner Sigma 25 storytelling competition by Nature. He is a winner third prize Positive Community Trainers League 2025. He is a state training fellow Positive Community. He is a certified career mentor by Hug International. Self-skills trainer by Nature. ഇങ്ങനെ വളരെ വളരെ കഴിവുള്ള an all-round experienced skilled person ആണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അവർ ടുഡേസ് ഗസ്റ്റ് സ്പീക്കർ. നമുക്ക് എല്ലാവർക്കും മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കേൾക്കുവാൻ കാത്തിരിക്കാം. താങ്ക് യു ഓൾ. ഓവർ ടു ജയശ്രീ മാഡം. താങ്ക് യു ജയശ്രീ. താങ്ക് യു സാർ. സാറിന്റെ വാക്കുകളിൽ ഒരുപാട് വേദനയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയും നിറഞ്ഞ കുറച്ച് വാക്കുകളായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ചേർന്നിരിക്കുന്ന കുറച്ച് പേർക്ക് ചെറിയ തോതിൽ ചെറിയൊരു ശതമാനം നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് തന്നെ നമ്മുടെ ഒരു നേട്ടമായിട്ട് കരുതാം. നമ്മളൊന്നുമില്ലെങ്കിലും തുടർച്ചയായിട്ട് വളരെയധികം വെബിനാർ നടത്തിക്കൊണ്ട് വരുന്ന ഒരു ഇതുകൂടെയാണ്. അതിലൂടെ നമുക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെറിയ രീതിയിലുള്ള മാറ്റം എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ ഈ 2026 കൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഇനി നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഇന്നത്തെ റീഡിസൈൻ 2026 എന്ന ടോപ്പിക് പറയുന്ന നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറിനായിട്ട് ഹാൻഡ് ഓവർ ചെയ്തോളുന്നു. ഓവർ ടു യു സർ. താങ്ക് യു ജയശ്രീ മാം. താങ്ക് യു ജോൺ സർ, ജയശ്രീ മാം ഫോർ യുവർ ഇൻട്രൊഡക്ഷനൊക്കെ. ഞാൻ പറയുന്ന അത്രയൊന്നുമില്ല, എങ്കിൽ പോലും പരിചയപ്പെടുത്തിയതിലൊക്കെ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഈ വേദിയിൽ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് എൻ്റെ കുഴപ്പമാണോ സൂമിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ജോൺ സാറ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തുടങ്ങിക്കൊണ്ട് നമുക്ക് വരാം. സാറ് ആകെ ഒരു ആശങ്കയുടെയും ഒരു വിഷമത്തിൻ്റെയൊക്കെ കാര്യങ്ങളാണ് സാറ് സൂചിപ്പിച്ച് തുടക്കം സെഷൻ സാറ് പറഞ്ഞ് തുടങ്ങിയത്. ഞാൻ അവിടെ തന്നെയാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളതാണ് സാറിൻ്റെ വാക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ അല്ല, എല്ലാവരും വീട്ടിൽ പോലും കൗൺസിലർ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴത്തിൽ നമ്മൾ പരിശോധിച്ചാൽ എത്രത്തോളം സങ്കീർണമാണ് നമ്മുടെ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അവിടെയാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സോഷ്യൽ ലൈഫും ഒക്കെ ഡിജിറ്റൽ ലൈഫും ഒക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് കൃത്യമായി നമ്മളൊന്ന് വേർതിരിച്ച് കാണണം എന്ന് ഉള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റേതായ ചില ഉൾക്കാഴ്ച, എൻ്റേതായ ചില അനുഭവങ്ങളിലൂടെ ഞാനതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് ഉദ്ദേശിച്ചു. അല്ലാതെ അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ എല്ലാ വർഷവും പുതുവർഷം വരുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, പറ്റുമെങ്കിൽ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 2025? ഒരു ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഒറ്റ വാക്കിൽ 2025 സൂചിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. 1-2 പേർക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യാം.
മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു സാർ. മിക്സഡ് ഫീലിങ്സ് മീൻസ് കുറച്ച് നല്ല കാര്യങ്ങളും സംഭവിച്ചു, കുറച്ചൊക്കെ മോശം കാര്യങ്ങളും സംഭവിച്ചു. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഗുഡ് ഓക്കെ. പക്ഷേ നമ്മൾ 2025 തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ രണ്ട് മൂന്ന് പലർക്കും പല രീതിയിലായിരിക്കും. എല്ലാവർക്കും ഒരേമാതിരി ആയിക്കൊള്ളണമെന്നില്ല, ഗുഡ് ആയിരിക്കണമെന്നില്ല, മോശമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഗുഡ് ആയിരിക്കും, മിക്സ്ഡ് ആയിരിക്കാം. അപ്പ് ആൻഡ് സൗണ്ട് ആബ്സല്യൂട്ട്ലി ജോസഫ്, അത് തന്നെയാണ് ശരി. കുറേ നേട്ടങ്ങളും കുറേ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഒരു പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ കൂട്ടുകാരും അതിഥികളായിട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ കൊച്ചായിട്ടോ ഫാമിലി പുതിയ ആളുകളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടും. അപ്പോൾ അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പേഴ്സണൽ ലൈഫിലും ഒക്കെ ആയിട്ടുള്ള ചില നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം, 2025 പോയപ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ 2000 നേട്ടങ്ങൾ അവിടെ നിൽക്കട്ടെ. നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അങ്ങനെ ഞാനിപ്പോഴും മനസ്സിലെപ്പോഴും ഓർത്തെടുക്കുന്നത് വിദ്യാഭ്യാസം ഏറ്റവും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉറവിലൂടെ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഈ സമൂഹത്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ബോധവൽക്കരണം, അത് വലിയ പ്രസക്തിയുള്ളതാണ്, വലിയ അംഗീകാരം ഉള്ളതാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നതൊക്കെ എവിടെയെങ്കിലും ചില ഉറവകൾ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് എന്നുള്ളതും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ ഈ സെമിനാറിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ്. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന എവിടെയെങ്കിലും കുറച്ച് ഉറവകൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? നന്മയുള്ള കുറച്ച് ഉറവകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നന്മയുള്ള ഉറവകൾ തേടി പോകുമ്പോൾ എങ്ങനെയുള്ള നന്മയുള്ള ഉറവകളെ തേടിയാണ് നമ്മൾ പോകേണ്ടത്, എങ്ങനെയുള്ള നന്മയുള്ള ഉറവകളായിട്ടാണ് മാറേണ്ടത് എന്നുള്ളതാണ് ഒരു ചെറിയൊരു എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. സോ ആർ യു റെഡി? യെസ്. ഫൈൻ. നമ്മുടെ എൻ്റെ ഇതിലൊന്ന് PPTയും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. യെസ്, കാണാം. യെസ്. 2026 പോകുമ്പോൾ ഒറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു എന്താ പറയുക, ഇതൊരു സെഷനായി അല്ല നിങ്ങളിത് കാണേണ്ടത്. നമ്മുടെ ഒരു ലൈഫിലെ യാത്രയിൽ ഒരു ചെറിയ സ്റ്റോപ്പ് നമ്മളൊന്ന് കണ്ട് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കുതിച്ചു പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എനർജി ഒക്കെ കൂട്ടി നമുക്ക് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആയിട്ട് വേണം നമ്മൾ 25 നിന്ന് 26 കടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ശരിയാണ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ടുമാറോ വി മസ്റ്റ് ചേഞ്ച് അവർ സെൽഫ് ടുഡേ. നമ്മൾ നാളത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം ഇന്ന് തന്നെ ആവണം എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, എൻ്റെ 2025 കുറേ കാര്യങ്ങൾ നേരത്തെ എന്നെ സൂചിപ്പിച്ചു, സാർ സൂചിപ്പിച്ച മാതിരി അത്രയും വന്നപ്പോൾ എങ്ങനെ 2025 എങ്ങനെ അതൊരു എല്ലാം യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. കുറച്ചൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ച മത്സരത്തിൽ പങ്കെടുത്ത് പെട്ടെന്നായിരുന്നു അതിന് കിട്ടി. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങിയിട്ടുള്ള ഒരു യാത്ര 2026 ഡിസംബർ അവസാനിക്കുമ്പോൾ വലിയ കുറേ നേട്ടങ്ങളും വലിയ കുറേ സുഹൃത്ത് ബന്ധങ്ങളും വലിയ കുറച്ച് നമുക്ക് കണക്ഷൻസ് ഒക്കെ എനിക്ക് കൂടുതൽ 2025 എൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ 2025 അങ്ങനെയൊക്കെ ചെയ്യെങ്കിൽ 2026 ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? വെറുതെ ഇരുന്നാൽ പോരല്ലോ. യാദൃച്ഛികമായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചാൽ 2026 കുറച്ചും കൂടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതില്ലേ എന്ന് മനസ്സിന് തോന്നിയപ്പോഴാണ് ഞാൻ അതിലേക്ക് എൻ്റെ ചിന്തകൾ പോയത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിനെ എന്തുകൊണ്ടാണ് റീഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇതൊരു ഫ്രെയിം വർക്കായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്.
എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പ്രാക്ടിക്കലി എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിൽ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ട്. ആ കൂട്ടിച്ചേർക്കലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സെഷൻ സമ്പൂർണ്ണമാകുന്നത് എന്ന് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. നേരത്തെ ബേബി സാറ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അല്ലേ, ബന്ധങ്ങൾ തകരുന്നു, പലരും ലഹരിക്ക് അടിമപ്പെടുന്നു, ഡൈവോഴ്സ് കേസുകൾ കൂടുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും മൂല കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലാണ് ഇതെല്ലാം അതിന്റെ അളവ് വർദ്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കേരളം എങ്ങോട്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. നേട്ടങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളെ എങ്ങനെ നമ്മൾ കാണണം എന്നുള്ള വലിയ വിഷയം തന്നെ. ഇവിടെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ എടുത്ത ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ ഈ പുതിയ വർഷത്തിലേക്ക് വന്നപ്പോൾ എടുത്ത ആദ്യത്തെ തീരുമാനം, എൻ്റെ മനസ്സ് തോന്നി, എൻ്റെ കൂടെ എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ കരിയറിൽ, എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ച കുറേ ആളുകളുണ്ട്. പക്ഷെ പലപ്പോഴും അല്ലേ, നമുക്ക് തിരക്കാണ് എന്നൊക്കെ പറയാമെങ്കിലും അത് ശരിയല്ല. പക്ഷെ നമ്മൾ തിരക്ക് അഭിനയിക്കുന്ന ആളുകളായിട്ട് ഇടയ്ക്കൊക്കെ മാറുണ്ട് ചില കാര്യങ്ങളും. പല ആളുകളെയും കണക്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോകുന്നു എന്നൊരു ബോധ്യം എനിക്ക് തോന്നി. അപ്പം എനിക്ക് തോന്നി, ഇല്ല, 2026 അങ്ങനെ പോയാൽ പോരാ. അങ്ങനെയാണ് ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഒരു ഇതാണ്, അങ്ങനെയല്ലല്ലോ, ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഞാൻ ആദ്യം വിളിച്ച ആള് അഡ്വക്കേറ്റ് സി വി മുകുന്ദനാണ്. കുറേ നാളുകളായിട്ട് ഞാൻ ഈ പ്രൊഫഷണൽ കുറച്ച് കൺസൾട്ടൻസി അങ്ങനെ തുടങ്ങിയ സമയത്ത് എറണാകുളത്തൊരു ഓഫീസ് തുടങ്ങുന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ എന്നോട് സി വി മുകുന്ദൻ തൃശ്ശൂർ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് HR കൺസൾട്ടൻ്റ് ആണ്. ESIയുടെ ഒക്കെ നല്ലൊരു ഹൃദയ മനുഷ്യമുള്ള ഒരു ആണ്. അപ്പോൾ ഞാനിങ്ങനെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പല വെബിനാറുകളിലും പുള്ളിയുടെ വെബിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ GST ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ കൺസൾട്ടൻസി ഒക്കെ ചെയ്യണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഓഫീസ് ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓഫീസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, എനിക്ക് ആകെ പരിചയം എന്ന് പറഞ്ഞാൽ 2-3 വെബിനാറുകൾ, അദ്ദേഹത്തിൻ്റെ വെബിനാറിൽ ഞാൻ പെയ്ഡായിട്ട് പോയിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്ന് ഒറ്റ മാത്രമേ ഉള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പ്രവാഷൻ, നത്തിങ് ടു വറി അബൌട്ട്. എൻ്റെ ഓഫീസിൻ്റെ ചില സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലം ഒരു പോർഷൻ നീ എടുത്തോ, എനിക്ക് പൈസയൊന്നും തരണ്ട. പക്ഷേ കോവിഡിന് അതൊക്കെ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നീടാണ് കോവിഡ് വന്നത്. കോവിഡ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പറ്റില്ല, തീർച്ചയായും പറ്റില്ല. പിന്നെ ഒരു 2 വർഷമായിട്ട്, കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹവും തിരക്കായിരുന്നു, ഞാനും കണക്ഷൻസ് വിട്ടുപോയി. 2026 ജനുവരി 1-ാം തീയതി ആദ്യം വിളിച്ചത് ഞാൻ അദ്ദേഹത്തിനെയാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാതെ, കാരണം ഒരു ബന്ധങ്ങളില്ലാത്ത എന്നോട് പറഞ്ഞൊരു ഓഫീസ് തുടങ്ങാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ ചേർത്ത് പിടിച്ച ഒരാൾ. സോ റീകണക്ട് എൻ്റെ സത്യത്തിൽ എനിക്ക് ഭയങ്കര, ഞാൻ ഇന്നും പ്രൗഢിയോടെ എപ്പോഴാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കും. ഞാൻ വിളിച്ചു, സാറേ അറിയാൻ മനസ്സിലായി, പക്ഷേ നമ്പറൊക്കെ പക്ഷെ പോയി. ഓക്കെ, മനസ്സിലായി, ഓക്കെ, സന്തോഷം, വരൂ കേട്ടോ ഓഫീസിലേക്ക്, ഞാൻ ഉണ്ടാകുമ്പോൾ വരും, ഞാൻ തീർച്ചയായും ഞാൻ തനിക്കായിട്ടൊരു ഡയറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനുള്ളപ്പോൾ വരണേ, നമുക്ക് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ വിശേഷമൊക്കെ ചോദിച്ചാൽ ഞാൻ കുറച്ച് നേരം ഫോണിൽ സംസാരിച്ചു വെച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നി, ശരിയാണല്ലോ, ചില ആളുകളെ റീകണക്ട് ചെയ്യുന്നതല്ലേ എപ്പോഴും നമ്മുടെ ഗ്രോത്തിന് എപ്പോഴും നല്ലത്. എൻ്റെ ചോദ്യം, നമ്മളൊരു പേപ്പറും നോട്ട്ബുക്കൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ ചെറുപ്പത്തിൽ, നമ്മളുടെ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ കരിയറിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ, ഇതുവരെയുള്ള ജീവിത കാലഘട്ടത്തിൽ നമ്മൾ വിട്ടുപോയ കുറേ ആളുകളുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് എടുത്തിട്ട്, അത് ഫ്രണ്ട്സ് ആവാം, ഫാമിലി ഫ്രണ്ട്സ് ആവാം, സിബ്ലിങ്സ് ആരും ആയോട്ടെ, നമ്മളെ ഗ്രോത്തിന്, നമ്മളെ വളർച്ചയ്ക്ക് സഹായിച്ച ആളുകളെ ഒന്ന് കണക്ട് ചെയ്യുക എന്നതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാൻ ദിവസവും ഒരാളെയെങ്കിലും ഞാൻ എൻ്റെ പഴയ എന്നെ സഹായിച്ച അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരാളെ ഞാൻ ദിവസം ഇപ്പോഴെങ്കിലും വിളിച്ചിരിക്കും. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു കോള് പഴയാറ്റ് സാറിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ സാറേ? ഞാൻ സാറോട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇത് ഷെയർ ചെയ്തിരുന്നു, ഇങ്ങനെ കാര്യം പറഞ്ഞു.
അപ്പൊ ഇതാ ഞാൻ പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അപ്പൊ അത് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അതിന് എനിക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. മൂന്ന് സാറിനെ പോലെ പടയാട്ടി സാറിന് പല ആളുകൾ ഞാൻ ദിവസം ഞാൻ ആളുകളുടെ പേരുകൾ പറയാൻ പറ്റില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ റീകണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് മുതൽ, അതാണ് നേരത്തെ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ടുമാറോ വി മസ്റ്റ് ചേഞ്ച് അവർ സെൽഫ് ടുഡേ. ഇന്ന് തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാളെ പഴയ ഒരാളെ വിളിക്കുക, റീകണക്ട്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും പ്രൊഫഷണൽ ഗ്രോത്തിനും നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഒരു വാക്ക് മാത്രമേ, നമ്മളൊരു കൗൺസിലേഴ്സ് അല്ലേ, നമ്മുടെ ചെറിയൊരു ട്രെയിനേഴ്സ് അല്ലേ, നമ്മളൊരു ചെറിയൊരു വാക്ക് മാത്രം മതി ഒരു പക്ഷേ അവൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് അവനെ പിടിച്ചു കയറ്റാൻ. ഒരു സ്നേഹത്തോടെയുള്ള ഒരു വിളി കേട്ടാൽ മതി, പൈസയൊന്നും ആവശ്യമില്ല. ഒരു സ്നേഹത്തോടെ എന്താടാ സുഖമാണോ, ഒരു പക്ഷേ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് 2026 എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, റീകണക്ട് യുവർ ഓൾഡ് ഫ്രണ്ട്സ്. റീകണക്ട്, അത് മാത്രം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, ഞാൻ റീകണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പേര്. ആർ യു റെഡി? യെസ്. വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെയും കൂടെ ചേർക്കുന്ന ആളുകളുടെയും ഇതിലുണ്ടാവും എന്നുള്ളത്. സോ ഞാൻ അതാണ് ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലേ, നമ്മൾ ഏത് പ്രോഗ്രാം കഴിഞ്ഞാലും നമ്മുടെ പ്രായമായ കുറേ ആളുകളുണ്ടെന്നേ, നമ്മുടെ കൂടെ പ്രതീക്ഷയ്ക്ക് കുറേ ആളുകൾ വീട്ടിൽ പ്രായമായിട്ട് കിടക്കുന്ന ആളുകളുണ്ട്, ആരും ശ്രദ്ധിക്കപ്പെടാതെ. ഒന്ന് അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് പോയി, വീടിൻ്റെ അടുത്തുള്ള ആളുകളായിരിക്കാം, ഒന്ന് പോയി സംസാരിച്ച് നമ്മൾ ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്. ഒരു പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ വീട്ടിലുള്ള നമ്മുടെ ചെറുമകനെയും കൂട്ടി വേണം പോകാൻ. കാരണം നമ്മൾ ചെയ്യുന്നത് വരുന്ന തലമുറ പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അവരെയും കൂട്ടിച്ചേർത്ത് വേണം പോകാനായിട്ട്. ദൗർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ തലമുറ ഉള്ള ആളുകളെ പഠിപ്പിക്കുന്നില്ല, എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവൻ കണ്ടറിയേണ്ട സത്യം പറഞ്ഞു. എനിക്ക് പലപ്പോഴും ചില ചടങ്ങുകൾ നടക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം അവർ ഈ ഇങ്ങനത്തെ സോഷ്യൽ പരിപാടികൾ മറ്റു പരിപാടികളിൽ വരുന്നു, ചിലപ്പോൾ കണ്ടുപോകുന്നു, ചിലപ്പോൾ പങ്കില്ല. നമ്മളെപ്പോലുള്ള ആളുകളല്ല, കുറച്ചും കൂടെ ഇപ്പോൾ ആ സോഷ്യൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരു പക്ഷേ പ്രായമായിട്ട് ബെറ്റിൽ കിടക്കുന്ന ആളുകളായിരിക്കും. ഒരു കണക്ഷൻ, ഒരു ചെറിയൊരു പുഞ്ചിരി, ചെറിയൊരു തൊട്ട് തലോടൽ, അത് മതിയെന്നേ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒരു ദിവസം ഒരു പക്ഷേ ഒരു 24 മണിക്കൂറിൽ നിന്ന് 48 മണിക്കൂറിലേക്കും അവരുടെ ഊർജ്ജം നമുക്ക് മാറ്റാൻ അത് മാത്രം മതി. 2026 ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ റീകണക്ട്. മറ്റൊന്ന്, നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത മീറ്റിംഗ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഇല്ലേ, ഓഫീസിലൊക്കെ ഇല്ലേ ബേബി ജോൺ സാറേ, നമ്മൾ ഒരു എക്സിക്യൂട്ടീവിൽ നിൽക്കുമ്പോൾ, ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ, ഒരു മീറ്റിംഗ്, ഒരു ഫംഗ്ഷൻ കഴിയുമ്പോൾ, ഒരു പ്രൊജക്ട് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും അതിനെപ്പറ്റി വീണ്ടും നമ്മൾ സംസാരിക്കും. യെസ്, ഇവാലുവേഷൻ. അതെ, ഇവാലുവേഷൻ ഇസ് മസ്റ്റ്. അത് പേഴ്സണൽ ഇവാലുവേഷൻ വേണം. എന്താണ് വാട്ട് ഐ ഡു വെൽ, എനിക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എന്താണ് ചെയ്തത്, വാട്ട് ഐ മസ്റ്റ് ഇംപ്രൂവ്, വാട്ട് ഐ മസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് വാട്ട് ഐ മസ്റ്റ് സ്റ്റാർട്ട്. കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ. നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും അല്ലേ. നമ്മൾ പലപ്പോഴും പലതിലും കണ്ടിട്ടുണ്ട്, KSRTCയിലോ അല്ലെങ്കിൽ ബാങ്കിലോ എവിടെയൊക്കെ വെച്ചും നിങ്ങളുടെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഈ ബുക്കിൽ എഴുതി വെക്കും. എത്ര പേര് അത് നോക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, കംപ്ലയിൻറ്റ് ബോക്സ് എടുത്ത് അത് നോക്കി റിവ്യൂ ചെയ്ത് കസ്റ്റമറൊക്കെ വിളിക്കുന്നു. ഇവാലുവേഷൻ, വി മസ്റ്റ് ഇവാലുവേറ്റ് അവേഴ്സ്. ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, എവിടെയാണ് ഞാൻ ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഇനി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പുതിയതായിട്ട് 2026 വരുമ്പോൾ ഞാൻ എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ഒരു സംശയമില്ല, നമുക്കൊക്കെ എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട എന്താണ് പെട്ടെന്ന് വരുന്നത്, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കാം. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരുന്ന ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പലപ്പോഴും, ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ വേറൊരു ചെറിയൊരു കോഴ്സിനൊക്കെ ചേർന്നതിന് ശേഷം എനിക്കാണ് അവിടെ നിന്നാണ് ഞാൻ തിരിച്ചറിവ് വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നെറ്റ്വർക്കിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, ആളുകളായിട്ട് സോഷ്യലി മിങ്കിൾ ചെയ്യുമ്പോൾ അപ്പോഴാണ് മനസ്സിലായില്ല ഈ ദേഷ്യപ്പെടൽ സത്യത്തിൽ നമ്മൾ ആരെയാണ് എവിടെയാണ് കൊണ്ട് എത്തിക്കുന്നത് മനസ്സിലായി. അതിനുശേഷം വലിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ, ലൈഫിൽ മാറ്റം ഉണ്ടായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്രയും പുഞ്ചിരിയോട് സംസാരിക്കാൻ പറ്റുന്നതിന് അതിൻ്റെ അർത്ഥം സത്യം പറഞ്ഞാൽ എൻ്റെ ശീലത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുത്താൻ പറ്റും. ദേഷ്യപ്പെടുക എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് മാറ്റി. ദാറ്റ് ഈസ് വാട്ട് ഐ വാസ് ടു. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു. എന്നാൽ ഇടയ്ക്ക് എപ്പോഴും നമുക്ക് ചെറിയ ടെംപ്റ്റേഷൻ വരും, എങ്കിലും മാക്സിമം ഞാൻ കുറയ്ക്കാൻ വേണ്ടി അതിലേക്ക് പിന്നെ നമുക്ക് അടുത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കണം. നമുക്കുള്ള ഏറ്റവും വലിയ പ്രധാനം ദേഷ്യം വരിക എന്നുള്ളതാണ്. പിന്നെ ഓരോരുത്തർക്കും പലതും പല കാര്യങ്ങളായിരിക്കും, മറ്റ് ചില ദുശ്ശീലങ്ങളായിരിക്കും, ചിലപ്പോൾ സ്പെൻഡിങ് ഹാബിറ്റ് ആയിരിക്കും. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഞാൻ നിർത്തേണ്ടത്, എന്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ യു മസ്റ്റ് ഇവാലുവേറ്റ് അവേഴ്സെൽഫ്. ഹോപ്പ് ആർ യു ക്ലിയർ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ആഡ് ചെയ്യാട്ടോ. മറ്റൊന്ന്, നമ്മൾ റീഡിസൈനിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ പേഴ്സണൽ ഇതായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, ചെറിയ ചെറിയ ഡിസിഷൻസ് ആണ്. സ്മോൾ ഡിസിഷൻസ്. ഞാൻ 2021 കോവിഡ് സമയത്ത് ഞാൻ അക്കൗണ്ട്സിലായിരുന്നു, ഒരു പൊസിഷൻ, സീനിയർ പൊസിഷനിലായിരുന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കൺസൾട്ടൻസി തുടങ്ങാൻ വേണ്ടി അവിടെ നിന്ന് റിസൈൻ ചെയ്തു. പക്ഷേ അപ്പോഴാണ് കോവിഡ് വന്നത്. എൻ്റെ മൂവ്മെൻറ്റ് വളരെ ഇതായി. അങ്ങനെയാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടു, ട്രെയിനർമാരെ ആവശ്യം, ട്രെയിനിങ് TOT എന്നൊരു പരസ്യം കണ്ടു. അങ്ങനെ ആ പരസ്യത്തിലേക്ക് ഞാൻ അതിൻ്റെ ഓൺലൈനിൽ പങ്കെടുത്തു. 21 അങ്ങനെ തന്നെയായിരുന്നല്ലോ. ആ ഒരു തീരുമാനം, അത് എന്താണെന്നല്ലേ, പക്ഷെ ആ തീരുമാനം ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഐ ആം റിയലി പ്രൗഡ്. ഒരു പക്ഷേ ആ ഒരു തീരുമാനം അന്ന് ഞാൻ എടുത്തിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലേ. ഇന്നെനിക്ക് ആ ഒരു കോൺഫിഡൻസോട് സംസാരിക്കാൻ പറ്റുന്നത് അന്നെടുത്ത ചെറിയ ഡിസിഷൻ, സ്മോൾ ഡിസിഷൻ. ഗ്രോത്ത് ഈസ് എ റിസൾട്ട് ഓഫ് ഡെയിലി സ്മോൾ ഡിസിഷൻ. അതിനുശേഷം വരുന്ന കുറേ ഡിസിഷൻ നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ച് നോക്കിക്കോളൂ. നിങ്ങൾ ഓരോ ഘട്ടത്തിനും എടുത്ത ചെറിയ ചെറിയ ഡിസിഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി? പറയാമോ ആർക്കെങ്കിലും? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെടുത്ത ഡിസിഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രോത്തിൽ സഹായിച്ചതെന്ന് ആർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാം? ഞാൻ പറയാം. പറയൂ സർ. ഞാനൊരു 30 വർഷം മുമ്പ് ഒരിക്കൽ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇല്ല, ഷുഗർ ബോർഡർ ലൈനാണ്, യു ഹാവ് ടു സ്റ്റാർട്ട് ടേക്കിംഗ് മെഡിസിൻ. ഞാൻ പറഞ്ഞു, ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല, ഐ വിൽ സ്റ്റാർട്ട് ചേഞ്ചിങ് മൈ ലൈഫ് സ്റ്റൈൽ. ഞാൻ അന്ന് നടപ്പ് തുടങ്ങിയ ഒരു 10,000 ഫീറ്റ് ഡെയിലി, 10,000 സ്റ്റെപ്സ് ഡെയിലി നടക്കാൻ അന്ന് തുടങ്ങിയത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് ഒരു കാരണം ഞാൻ എന്നും 4-4:30 ഇടയ്ക്ക് എണീറ്റ് പഠിച്ചത്. അത് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ട് 30 വർഷമായിട്ട് എനിക്ക് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നുമില്ല. ഗ്രേറ്റ് സർ, റിയലി ഗ്രേറ്റ്, റിയലി പ്രൗഡ്. ഞാൻ പറയാം, വൺ ഡിസിഷൻ ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻസ് ഓഫ് യുവർ ലൈഫ്. ഒറ്റ ഡിസിഷൻ മാത്രം മതി, ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ ഒന്നും കൂടി എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ അടുത്തിടെ ഒരു ആളെ പരിചയപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണകുമാർ PS എന്നാണ്. കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തിന് സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 2 എന്ന അപൂർവമായ ഒരു ജനിതക രോഗം ബാധിച്ച ഒരാളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നൂറ്റാണ്ടുകളുടെ നടകളിൽ. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാവും കൈയും മാത്രമേ ചലിക്കൂ. വീൽ ചെയറിലാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ
നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കുന്നത്, നമ്മളൊക്കെ സത്യത്തിൽ തല കുനിച്ച് പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന് യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം തമിഴ്നാട്ടിലെ സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഒരു 4-5 ദിവസം യാത്ര ചെയ്ത് അദ്ദേഹം നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്നൊരു പുസ്തകം എഴുതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് 2 കൈയും എല്ലാ ശരീര ആരോഗ്യവും ഉണ്ടായിട്ട് പോലും ഒരു യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും മാറ്റിവെക്കുന്ന സ്ഥലത്താണ് വളരെ നമ്മൾ ഇത് പറയാൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, വളരെ ഭിന്നശേഷിക്കാരൻ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കൃഷ്ണകുമാർ, നിങ്ങൾ കൃഷ്ണകുമാർ PS വലിയ ഒരു സംഘാടകനാണ്, വലിയ ചിന്താശക്തിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുസ്തകം നൂറ്റാണ്ടുകൾ നടകളിൽ. ഇന്ന് തിരുവനന്തപുരത്ത് എന്തോ ഒരു ചടങ്ങുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. ഞാൻ തൃശ്ശൂര് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇത് മാതൃഭൂമി പുസ്തകോത്സവത്തിൽ ഞാൻ ഇത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുള്ളിയുടെ പ്രോഗ്രാം കഴിയുന്നവരവിടെ നിന്നു. സത്യത്തിൽ കണ്ണിൽ നിന്ന് ഉറവ വന്നൊരു ദിവസം കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ വായിച്ചപ്പോൾ, ജീവിതകഥ കേട്ടപ്പോൾ. സത്യത്തിൽ ഞാൻ അതിന് പ്രൊമോഷന് വേണ്ടി പറയുന്നത്, പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ. കൃഷ്ണകുമാർ PS കൊല്ലം സ്വദേശിയാണ്. മാതൃഭൂമി ബുക്സ് ഈയിടെയാണ് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന് ഉണ്ടായിട്ട് ജീവിതാനുഭവങ്ങൾ. അദ്ദേഹത്തിന്റെ അമ്മ മാത്രമേ കൂടെയുള്ളൂ. ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഗുരുവായൂർ വലിയ പ്രിയപ്പെട്ട ക്ഷേത്രമായിരുന്നു. വന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചു പോണ വഴിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരിയും അവരെ വിട്ടുപോകും. പിന്നെയുള്ളത് അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സത്യത്തിൽ അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നമുക്കൊക്കെ റിയലി ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ ഇൻസ്പയർ ആവേണ്ട അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മനോഹരമായിട്ട് വലിയ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വലിയ ഞാൻ എന്താ പറഞ്ഞാൽ ചെറിയ ചില ഡിസിഷൻസ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അദ്ദേഹത്തിനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കും. ആ പുസ്തക പ്രകാശന ചടങ്ങിൽ വന്ന് വളരെ ലളിതമായി, വളരെ സരസമായി, വലിയൊരു സാംസ്കാരികനായി സംസാരിക്കുന്ന മാതിരിയുള്ള ചില കോഴ്സും അദ്ദേഹം പറഞ്ഞില്ലേ, എന്താ പറയുക, എങ്ങനെയെങ്കിലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലെയുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ചില കോട്ടുകൾ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞാൽ ചില ഡിസിഷൻസ്. അദ്ദേഹം പുസ്തകം എഴുതണം തീരുമാനിച്ചു, യാത്ര പോകണം തീരുമാനിച്ചു. ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സാംസ്കാരിക സദസ്സുകളിൽ ഈ PS കൃഷ്ണകുമാർ ഒരു നിറസാന്നിധ്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാനും കൂടി ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കാം. ദാറ്റ്സ് ഓൾ. അതാണ് ഡിസിഷൻ മേക്കിംഗ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അങ്ങനെ നാളെ ചെറിയ ഡിസിഷൻ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസിഷൻസ് മാറ്റാൻ കഴിയട്ടെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ. അടുത്തത് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ റീഡിസൈനിലേക്ക് പോകുമ്പോൾ റീകണക്ട് പറഞ്ഞു, ഇവാലുവേഷൻ പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പറഞ്ഞു. ഞാൻ 2024 എടുക്കുന്ന ചില ഡിസിഷൻസ് എൻ്റെതായ കരിയറിൽ അല്ലെങ്കിൽ വരുത്തേണ്ട കാര്യങ്ങൾ, പ്രൊഫഷനിലൊക്കെ വരുത്തുന്ന കുറേ കാര്യം ഡിസിഷൻ എടുത്ത ആ രീതി തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. എന്തായിരിക്കണം എൻ്റെ ഒരു വരുമാനം, എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് ചെയ്യും. ഡിസിഷൻ എന്ന് പറയുന്നത് ഡിസിപ്ലിനും കൂടി ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ, ഡിസിപ്ലിൻ 3 തരത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ നമ്മുടെ ടോപ്പിക്കിലും അന്ന് ചെന്നൈ 20 മെയിൽ നമ്മൾ കണക്ട് ചെയ്ത ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് തന്നെയാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു പക്ഷേ ബേബി സോൺ സാർ പറഞ്ഞ എന്തുകൊണ്ട് ബന്ധങ്ങൾ തകരുന്നു, എന്തുകൊണ്ട് ഡൈവേഴ്സുകൾ കൂടുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ മൂല കാരണം ഒരു പക്ഷേ തുടക്കം സാമ്പത്തിക ഒന്നായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് ഒരു പക്ഷേ നമ്മൾ റിലേഷൻഷിപ്പിനെ കൃത്യമാകുക. സോ ഡിസിഷനിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരോടും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് മസ്റ്റ്. അത്രയും ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ
ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റൽ ഫിറ്റ്നസ്സും ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരുവിധ ആളുകളൊക്കെ തന്നെ ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കും. നമുക്ക് അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെല്ലാം അറിവുണ്ടായാലും അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി പറ്റുമ്പോഴാണ്. അടുത്തൊരു കാര്യം, എനിക്ക് വളരെ എന്നെ ഹൃദയസ്പർശിയായി സംഭവിച്ചൊരു കാര്യം, ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രോഗ്രാമായിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ? കാസർഗോഡുകാരിയായ ഒരു കുട്ടിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഓൺലൈനായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുത്തു. ഒരുപക്ഷെ കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ 10,000 പ്രതികൾ പങ്കെടുക്കുന്ന തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിലെ ഏറ്റവും വളരെ ശ്രദ്ധേയമായിട്ടൊരു സംഭവമാണ്. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ചടങ്ങിന് സമാപന ചടങ്ങിൽ സംസാരിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു കാര്യത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. തുടക്കം തന്നെ അതിൻ്റെയാണ്. ഞാൻ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ, ആ കുട്ടിയുടെ കേൾക്കാൻ മനസ്സിലാക്കാൻ ഓരോ മനുഷ്യന് കഴിഞ്ഞുവെങ്കിൽ അത് ദാറ്റ് ഈസ് എംപതി. നമ്മളെ പോലെയുള്ള ആളുകൾ എപ്പോഴും കേൾക്കേണ്ടത് എംപതിയിലൂടെ തന്നെയാണ് പോകേണ്ടത്. പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കുമ്പോൾ, സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ കുട്ടിക്ക് മത്സരത്തിൽ എനിക്ക് തോന്നുന്ന എ ഗ്രേഡോ മറ്റോ കിട്ടി. ആ കുട്ടി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരുപക്ഷെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്ന ആ കുട്ടിക്ക് ഒരു അവസരം, പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ടെക്നോളജിയും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി മത്സരത്തിൽ പങ്കെടുക്കും. ആ കുട്ടിയുടെ മനസ്സിലെ സന്തോഷം നമുക്ക് എത്രമാത്രം എന്താ പറയുക, ഓർത്തോർത്ത് മനസ്സിൽ ഓർക്കുന്നൊരു കാര്യം. ഞാൻ അതിൻ്റെ പൊളിറ്റിക്കലിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ആ എംപതി, ദാറ്റ് ഈസ്, അത് നമ്മൾ സമൂഹത്തിൽ നിന്ന്, നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന കേസിലൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ദാറ്റ് ഈസ്, നമ്മൾ 2026 കടക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ വരുമാനവും അതും ഒക്കെ ഡിസിഷനൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു മനുഷ്യസ്നേഹിയായിട്ട്, ഹൃദയമുള്ളവരായിട്ട്, ഹൃദയം പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഹൃദയം നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം എന്നുള്ളതാണ് ഈ 2026 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും ഞാനൊരു GST സെഷനും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കും, ഓൺലൈൻ ക്ലാസ്സുകൾ. ചിലപ്പോൾ പലപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരു 10-15 പേര് 20 പേരുടെ ഒരു ബാച്ചാണ്. പലപ്പോഴും ചിലപ്പോൾ 1-2 പേർക്കൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പലപ്പോഴും എല്ലാവരും പറയില്ല, പക്ഷെ പല ബാച്ചുകളിലും ചിലപ്പോൾ അവർക്കൊക്കെ ഒരു ഫ്രീ എൻട്രി പലപ്പോഴും കൊടുക്കാറുണ്ട്. നമ്മളതിൽ ലാഭം നോക്കിയിട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും അങ്ങനെയും എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു അഡ്മിഷൻ, അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾ ജോയിൻ ചെയ്തു, പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി, വരുമാനം ഉണ്ടായില്ല, പക്ഷെ അവരെ ഞാൻ കണ്ടിന്യൂ ചെയ്യിച്ചു, പൈസ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ചില ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ. സോ ബി എംപതി ഉള്ള ആളുകളായിട്ട് മാറണം. അപ്പോഴാണ് ഈ സാറ് പറഞ്ഞ എബിസോൺ പറയും, പല വിഷമങ്ങൾക്കൊക്കെ കുറേയിലും നമുക്ക് അതിൻ്റെ വിടവ് ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കഴിയുക. മറ്റൊന്ന്, ഏറ്റവും വലിയ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഇന്നത്തെ കാലഘട്ടം വലിയ ചലഞ്ചാണല്ലേ. ഇന്ന് AI കാലഘട്ടമാണ്. ഇന്നൊരു ഫോട്ടോ കണ്ടാൽ, വീഡിയോ കണ്ടാൽ എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് അത് ഒറിജിനലാണോ അല്ലെങ്കിൽ എന്താ പറയുക AI ക്രിയേറ്റ് ആണോ എന്ന് നമുക്കറിയില്ല. അത്രത്തോളം എന്താ പറയുക, റിയാലിറ്റിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതാണ്. മാത്രമല്ല, സത്യത്തിൽ ഞാൻ ഇന്നത്തെ പത്രം ന്യൂസൊക്കെ കണ്ടു, ഒരാളെ ഒരു മോശമാക്കാൻ പോലും ഒരു പക്ഷേ ഇത്തരം വീഡിയോകൾക്കൊക്കെ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയും. ഒരു മനുഷ്യനെ തെറ്റോ ശരിയോ എന്ന് നിൽക്കട്ടെ, പല ആളുകളെയും ആത്മഹത്യയിലേക്ക് വഴിതെളിയിക്കാൻ ഇത്തരം ചില സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വളരെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള, സാക്ഷരരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന, അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഞാൻ അതിന്റെ ആ വശത്തിലേക്കല്ല ഞാൻ പോകുന്നത്, അതിന്റെ ഒരു ദോഷവശത്തെ കുറിച്ച്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇനി പ്രൊഫഷണൽ ഗ്രോത്തിന്, നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളുമായിട്ട് ഏറ്റുമുട്ടി പോകണമെങ്കിൽ, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒറ്റ കാര്യം ഉറപ്പാണ്, നമ്മളും പുതിയ സ്കില്ലുകൾ പഠിച്ചേ പറ്റും. എൻ്റെ ചോദ്യം നിങ്ങളോട്, 2026 നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന സ്കിൽ എന്താണ്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഏത് പുതിയ സ്കില്ലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? അവിടെയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഞാൻ 2025 ഡിസംബറിൽ ഞാൻ AI-യുടെ ഒരു ടൂൾ, AI ഉപയോഗിച്ചുകൊണ്ടുള്ള പല ടൂൾസ്, ഓക്കെ, AI ടൂൾസ്, വെരി ഗുഡ്, താങ്ക് യു. ഞാൻ ഈ ഒരു കോഴ്സിനും AI ടൂൾസിൻ്റെ ഒരു കോഴ്സിന് ഞാൻ വൈകിട്ട് 8 മണി തൊക്കെയാണ് ഞാൻ ChatGPT-യുടെ സാധ്യതയെക്കുറിച്ച് പഠിച്ചു. അതെ, പല മാജിക് ടൂൾസ്, ലെസൺ PPT, അങ്ങനെ കുറേ ടൂൾസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കോഴ്സ് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചില സെഷൻസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് PPT ഉണ്ടാക്കാനോ ഒരു വീഡിയോ ഉണ്ടാക്കാൻ, ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചില വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് വീഡിയോ ഉണ്ടാക്കിയത്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ. പ്രൊഫഷണലായിട്ടുള്ള വീഡിയോ തന്നെയാണ്. 8 മിനിറ്റ് ഒക്കെ വെച്ച് നമ്മൾ ജെമിനി വെച്ചോ ടോക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് PPT പോസ്റ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ കൗൺസിലർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ട്രെയിനർ ആയിക്കോട്ടെ, പുതിയ AI-യുടെ സാധ്യതകൾ അല്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷണൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. ദാറ്റ് മീൻസ് യു ആർ ടു അപ്ഗ്രേഡ് or അപ്ഡേറ്റ് യുവർ സ്കിൽസ്. സ്കിൽസ് ഇല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്തുണ്ടാവും, ഞാൻ എപ്പോഴും ഈ കുട്ടികളായിട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് സ്കൂളുകളിൽ കോളേജുകളിൽ, AI ത്രെറ്റാണോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ കഴിഞ്ഞ എൻ്റെ ഇതൊക്കെ കുറേ നാളുകളുടെ കോളേജിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒഫ്കോഴ്സ് ചില ഏരിയയിൽ ത്രെറ്റ് ഉണ്ട്, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് AI ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യണം? ആ AI ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ അത് ത്രെറ്റാണ്, മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ത്രെറ്റാണ്. നമ്മൾ പഠിച്ചാൽ അത് ത്രെറ്റല്ല, നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, 2026 ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് യു അപ്ഗ്രേഡ് യുവർ സ്കിൽ. അതിൻ്റെ PPT ഞാനൊന്ന് നമ്മൾ ഷെയർ ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പറഞ്ഞതാണ്. എംപതി നമ്മൾ സൂചിപ്പിച്ചതാണ്, ഞാനൊക്കെ പറഞ്ഞു. സ്കിൽസ് അപ്ഡേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അടുത്ത ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ ഒരു പടം കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? തൃശ്ശൂർ പൂരം. യെസ്, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരാളുടെ പേരുണ്ട്. ആരായിരിക്കും? ശക്തൻ തമ്പുരാൻ. ഞാൻ പറയുന്നത് വെച്ചാൽ ലീഡേഴ്സ് ആയിട്ട് ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട്. നമുക്കൊരു മിനിറ്റ്.
യെസ്, ഒരു ലീഡർ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇൻഫ്ലുവൻസറായിട്ട് നമുക്ക് മാറാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഒക്കെ ഇൻഫ്ലുവൻസ് അല്ലേ, പുതിയ ന്യൂജൻ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോളോവേഴ്സ് അല്ല, സത്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെയാണ് കൂടുതൽ. യു ഡോണ്ട് നീഡ് ഫോളോവേഴ്സ് ബട്ട് ടു ബി എൻ ഇൻഫ്ലുവൻസർ. യു നീഡ് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ പറ്റണം. ഇപ്പോൾ ചോദിക്കില്ലേ എത്ര പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഫോളോവേഴ്സിനേക്കാൾ അപ്പുറത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് സമൂഹത്തിൽ. അപ്പോൾ അത് പലപ്പോഴും ശ്രദ്ധിച്ചു പല ആളുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പല ആളുകളുടെയും മനസ്സിലേക്കും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് നമ്മുടെ കരിയറിൽ മാറണം. നിങ്ങൾ 2026 കടക്കുമ്പോൾ, ഈ 2026 ഡിസംബറിൽ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോൾ എനിക്കൊക്കെ പറയാനുള്ളത് ഈ ഒരു അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലേക്ക്, വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സോഷ്യലി ആണെങ്കിലും നല്ല എന്താ പറയുക നമ്മൾ പറയുന്ന എത്തിക്സ് പിടിച്ചുകൊണ്ടാണ് കേട്ടോ, നല്ല മൂല്യബോധമുള്ള നല്ല ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ. അതിന് കഴിയുന്ന രീതിയിലായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, പ്രധാനപ്പെട്ട ഈ നേരത്തെ സാറ് പറഞ്ഞതിനെ തന്നെ കണക്ട് ചെയ്യുകയാണ്. വി ഹാവ് ടു ഗിവ് ബാക്ക് ടു സൊസൈറ്റി. നോളജ് ഈസ് പവർ അല്ലേ എന്നൊക്കെയാണ് നമുക്കെല്ലാം പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച അറിവുകൾ, നമ്മളെ അനുഭവങ്ങൾ അത് വരുന്ന തലമുറയ്ക്ക് കൃത്യമായിട്ട് പകർന്നു കൊടുക്കുന്ന രീതിയിലേക്ക് ചെയ്യുമ്പോഴല്ലേ കിട്ടിയത് തിരിച്ചു കൊടുക്കണം. ഒന്നും നമുക്ക് മരിച്ചു പോകുമ്പോൾ നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ നമുക്കൊന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. കിട്ടിയ ഓരോ അറിവും കിട്ടിയ ഓരോ അനുഭവങ്ങളും വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. ഗിവ് ഫീഡ്ബാക്ക്. ഗിവ് ഫീഡ്ബാക്ക്. ഗിവ് ബാക്ക്. ഗിവ് ബാക്ക്. ഫീഡ്ബാക്ക്. ഗിവ് ബാക്ക്. ആർക്കൊക്കെ എത്രത്തോളം നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് കഴിവിനനുസരിച്ചിട്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ, അത് സമൂഹത്തിനും കുടുംബത്തിനും കൂടെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ, അത് അത്രത്തോളം മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. നമ്മളെ ഡിസൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മകളല്ലേ, പലപ്പോഴും പറയില്ലേ അന്ന് എന്നെ സഹായിച്ചു. ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ 8ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞപ്പോൾ, 7ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് പഠിച്ചപ്പോൾ എന്നെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട് ആലുവയിലുള്ള. അവരുടെ പേര് ദ്രൗപദി എന്നാണ്. കാരണം ഈ എല്ലാ പ്രാവശ്യവും നമുക്കൊക്കെ അന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സംബന്ധിച്ച് പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പലപ്പോഴും നേരത്തെ പഠിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ സാധാരണ നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കും, നിൻ്റെ പുസ്തകം എനിക്ക് വേണമെന്ന് പറയും. ഇതൊക്കെയാണ് പിന്നെ പുതിയ പുസ്തകങ്ങളൊക്കെ. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെയല്ലേ പോട്ട് സാറെ, പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ആളുകളുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കും, അവരുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സാധിക്കുള്ളായിരുന്നു. ഫിനാൻഷ്യലി കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബങ്ങളൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും അയലോക്കത്തെ ഒരു ബുക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്നെ സഹായിച്ച കുറേ വ്യക്തികളുണ്ട്. പുസ്തകം വാങ്ങിക്കാൻ ഒരു ഘട്ടത്തിൽ സ്കൂളിൽ പോകാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എന്നെ സഹായിച്ചത് ദ്രൗപദി എന്നാണ് പേര്. ആലുവ സ്വദേശിയാണ്. ഞാൻ ഇപ്പോഴും അവരുടെ വീട്ടിൽ എന്താ പറയുക, ആലുവയിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് പോയി കാണും. ഒന്നുമില്ല, ചെന്നൊരു താങ്ക്സ്, ഒരു ചിരി, എന്തൊക്കെയാണ് വിശേഷം എന്ന് മാത്രം പറഞ്ഞു. അത്രേ അവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒന്നും പ്രതീക്ഷിച്ച് തന്നതല്ല എനിക്കൊന്നും. അവരെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് വളരെ കുറേ ആളുകൾ സഹായിക്കും. അങ്ങനെ കുറേ ആളുകളെ സഹായിക്കുന്ന കുറേ ആളുകൾ സമൂഹത്തിലുണ്ട്. ഗിവ് ബാക്ക്, തിരിച്ചു കൊടുക്കുക. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലായാലും കുഴപ്പമില്ല, അറിവിൻ്റെ പേരിലായാലും കുഴപ്പമില്ല. ബട്ട് യു ഹാവ് ടു ഗിവ് ബാക്ക് ടു സൊസൈറ്റി. സഹായിച്ചവരെ, സഹായം വേണ്ടവരെ തിരിച്ച് കൊടുക്കണം. ഒന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് തിരിച്ചു പറയാനുള്ളത്. അവസാനം
ലാസ്റ്റ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈനലി വാട്ട് ഈസ് ദ പർപ്പസ്? നമ്മുടെ ലക്ഷ്യം എന്താ ശരിക്കും പറഞ്ഞു? ഞാനിവിടെ ഇതൊന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാണ്. സത്യത്തില് ഈ ഒരു കൂട്ടായ്മയുടെ ആവശ്യം ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? കണക്ട് ചെയ്യാൻ, പറയൂ. ബന്ധങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ബന്ധം അത് പക്ഷെ അത് എന്താ സാർ അവസാനം എവിടേക്കാ കൊണ്ട് എത്തിക്കുന്നത്? സ്കിൽ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി പോകുമ്പോ to become a better person. നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ സാറേ? ഫൈനലി ഔട്ട്കം, ഷെയറിങ്ങും കെയറിങ്ങും, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്ന ഹാപ്പിനെസ് അല്ലേ ശരിക്കും പറഞ്ഞു? അതെ അതെ. സോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫ് റീഡിസൈൻ ചെയ്യുമ്പോൾ, ഇയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നർച്ചർ യുവർ ഹാപ്പിനെസ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, റീക്യാപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറയാണ്, റീകണക്ട് ചെയ്യുക. നമ്മുടെ കൂടെയുള്ള ആളുകളെ, പഴയ ആളുകളെ, കൂടെയുള്ള ആളുകളെ റീകണക്ട് ചെയ്യുക. സിമ്പിളാണ്. ഇതിന് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫോണും ചെറിയ ഒരു എന്താ പറയുക, ഒരു 2 മിനിറ്റ് സമയം ഉണ്ടായി ചെയ്യാവുന്ന കാര്യമാണ്. ഇത് പ്രാക്ടിക്കലാണ്. ഇവാലുവേഷൻ ചെയ്യുന്നതിന് പൈസയുടെ ആവശ്യമുണ്ടോ? യു മസ്റ്റ് ഇവാലുവേറ്റ്. ഡിസിഷൻ മേക്കിംഗ് ആരെടുക്കണ്ടേ? നമ്മൾ തന്നെ എടുക്കേണ്ട സംഗതിയല്ലേ? അതിന് പൈസ ചിലവുണ്ടോ? എമ്പതിയുള്ള ആളുകളായിട്ട് മാറുന്നതിന് നമ്മൾ നമ്മുടെ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്ന കേട്ടുള്ളൂ. അന്ന് കിട്ടുന്ന ഹാപ്പിനെസ് വളരെ വലുതല്ലേ ശരിക്കും പറഞ്ഞു? സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം, പഠിക്കണം. നമ്മൾ ഓരോ വർഷവും ഓരോ സ്കില്ലെങ്കിലും പഠിച്ചിരിക്കണം. എന്നെങ്കിലും നമുക്ക് ഇന്ന് കാണുന്ന നമ്മുടെ എനർജിയും നമുക്കൊരു സന്തോഷവും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം കൗൺസിലിങ്ങിന്റെ MG യൂണിവേഴ്സിറ്റി കൗൺസിലിംഗ് പഠിച്ചു. എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കുന്ന ഓരോ വർഷം ചെല്ലുമ്പോൾ, ഓരോ പ്രാവശ്യം എന്തെങ്കിലും ചിലെത്തും. നമ്മളിപ്പോൾ AI ന്യായ പ്രാക്ടിക്കലാണ്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പുതിയ നമുക്ക് ഏതാണ് നല്ലതെന്ന് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്കില്ല്. അത് കഴിഞ്ഞാൽ എന്താണ് സ്കില്ല് കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമുക്ക് വരുന്നത് ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ പറ്റും. സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് മാറുക, ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഞാൻ റീക്യാപ്പ് ചെയ്യുന്നു. ദെൻ കിട്ടിയ അറിവുകൾ നമ്മൾ നമ്മുടെ കക്ഷത്തിൽ ഒതുക്കി കൊണ്ടുപോകേണ്ടതല്ല, നമ്മൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം. കുറച്ചൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കുറച്ച് ചിലപ്പോൾ ഇതൊക്കെ സർവീസ് ഞാൻ ഫ്രീ ആയിട്ട് ഒരിക്കലും ചെയ്യണമെന്ന് പറയുന്നത്, പക്ഷേ കിട്ടിയ അറിവുകളൊക്കെ കൊടുക്കുമ്പോൾ ബട്ട് ഇറ്റ് ബിക്കം പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സമൂഹത്തിന് പക്ഷേ ഫീഡ്ബാക്ക് കൊടുക്കണം, ഗീവ് ബാക്ക്. അത് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് മാറണം എന്നുള്ളതാണ്. ആ റീഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ ആ രീതിയിലേക്കും കൂടി നമ്മൾ മാറിയെടുക്കണം. എല്ലാം കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിയാൽ നാളെ രാവിലെ എണീക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അപ്പോൾ കൊടുക്കാനുള്ളത് ഒരുപക്ഷെ നന്ദിയായിരിക്കാം, കൊടുത്തോളണം. ഒരുപക്ഷെ സ്നേഹമായിരിക്കണം, കൊടുത്തോളണം. ഒരുപക്ഷെ ഒരു ഉമ്മയായിരിക്കണം, കൊടുക്കണം. ഒരു കെട്ടിപ്പിടിക്കലായിരിക്കണം, കൊടുക്കണം. ഒരുപക്ഷെ നാളെ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരും. ഒരുപക്ഷെ ഒരു അപ്രീസിയേഷൻ ആയിരിക്കണം, കൊടുക്കണം. ഇപ്പോൾ തന്നെ നാളത്തേക്ക് മാറ്റി വെച്ച് ഒരുപക്ഷെ കൊടുക്കാൻ പറ്റിയെന്ന് വരും. ദെൻ ഫൈനലി നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടി തന്നെയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന സന്തോഷമാണ്. ഞാനും നിങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഹാപ്പിനെസ് ആണ്. ഞാൻ ആ ഒരു ഹാപ്പിനെസ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് കൊടുക്കാനും കൂടി തയ്യാറാണ്. ഹാപ്പിനെസ് നമ്മൾ വളർത്തിയെടുക്കണം. സ്മൈലോടുകൂടി എന്നും പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായിട്ട്, ഒരു ചെറിയ പുഞ്ചിരി മാത്രം മതി മുന്നോട്ട് പോകാൻ. ആ പുഞ്ചിരി കൊടുത്തുകൊണ്ട് 2026 റീഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുണ്ടാവും. ആ കൂട്ടിച്ചേർക്കലും കൂടി വരുമ്പോൾ മാത്രമാണ് ശരിയാകുക. സോ നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങളുടെ ലൈഫ് 2026 റീഡിസൈൻ ചെയ്യാൻ പറ്റട്ടെ. കഴിഞ്ഞുപോയ നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷപൂർവ്വം അഭിമാനം കൊള്ളുക. നമുക്ക് നേടാതെ പോയ ചില കാര്യങ്ങളുണ്ടാവും,
അത് ഈ 2026 നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റീഡിസൈൻ ചെയ്യുക. 2026 ഡിസംബർ കഴിയുമ്പോൾ ഒന്ന് നോക്കുക ഞാൻ എവിടെ വരെ എത്തിയെന്ന്. തീർച്ചയായിട്ടും അത് പുസ്തകത്തിലും പേപ്പറിലൊക്കെ ഒന്ന് എഴുതി വയ്ക്കണം. കൃത്യമായിട്ടൊന്ന് ക്ലാരിറ്റിയോട് കൂടി ചെയ്യാൻ പറ്റിയാൽ എനിക്ക് പറയാൻ ഉറപ്പാണ് തീർച്ചയായിട്ടും 2026 മനോഹരമാകും. 2026 ലൈഫ് മനോഹരമാകും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫും ഹാപ്പിനെസ്സും ഒക്കെ ഒരു റീഡിസൈനിലൂടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടി, കൂട്ടിച്ചേർക്കൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഐ ആം സൈനിങ് ഓഫ്. ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു ബേബി ജോൺസൺ. യെസ്, ഇത്രയും മനോഹരമായിട്ട് ഒരു വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഗോപാലകൃഷ്ണൻ സാറിനോട് ചോദ്യങ്ങളോ അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടോ തയ്യാറുള്ളവർ മുന്നിലോട്ട് വരിക. അതിനുള്ള സമയമാണ് ഇപ്പോൾ. ജോസഫ് ജോൺ സാറേ. സാറേ, ഒരു മെഡിറ്റേഷൻ പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. റീഡിസൈൻ 2026 കടക്കുമ്പോൾ നമ്മൾ 2025 തിരിഞ്ഞു നോക്കി, അതുപോലെ തന്നെ നമ്മളിലേക്ക് തന്നെ നോക്കി ഈ 2026 സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് വളരെ മനോഹരമായി പറഞ്ഞു. ഒരു എൻ എന്ന് പറഞ്ഞതിൻ്റെ റീഡിസൈനിൽ ഒരു എന്നും കൂടെ വരാനില്ല എന്ന് ഞാൻ ചോദിച്ചിരുന്നു ചാറ്റില്. സാർ അത് സൂചിപ്പിച്ചിരുന്നു. നർച്ചർ യുവർ ഹാപ്പിനെസ്. ഓക്കെ. നർച്ചർ. താങ്ക് യു. ഗീവ് ബാക്കിലാണ് കൂടുതൽ അവസാനം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ എൻ വിട്ടുപോയത്. റീഡിസൈൻ വളരെ മനോഹരമായൊരു ക്ലാസ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും, പങ്കെടുത്തവർക്കെല്ലാം ഒരു പ്രത്യേക അനുഭവമായിരുന്നു എന്നുള്ളതാണ്. സാറ് സംസാരിച്ചത് ഒരു ക്ലാസ് എടുക്കുന്നത് പോലെയോ അങ്ങനെയൊന്നുമല്ല. യു ആർ ടോക്കിംഗ് ടു ഡയറക്റ്റ് ടു അവർ ഹാർട്ട്സ്. അതാണ് ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ചുരുങ്ങിയ ഒറ്റ വാക്കിൽ പറഞ്ഞത്. താങ്ക് യു സാർ. താങ്ക് യു ജോസഫ് സാർ. ഒരു വാക്ക് ഞാൻ നിർത്താം. അതായത് വളരെ സിമ്പിൾ സ്റ്റെപ്സ്, പക്ഷെ വളരെ മീനിങ് യൂസ്ഫുള്ളും ഇഫക്റ്റീവുമായ സ്റ്റെപ്സ് ആണ് ഗോപാലൻ സാർ പറഞ്ഞത്. സയന്റിഫിക്കോ പുതിയ ഡിസ്കവറിയോ പുതിയ തിയറിയോ ഒന്നും അല്ല പറഞ്ഞത്. വളരെ സിമ്പിൾ സ്റ്റെപ്സ്, നമ്മൾ ഡെയിലി ജീവിതത്തിൽ ചെയ്യുന്ന ചെയ്യേണ്ട ചില കാര്യങ്ങൾ, വളരെ സിമ്പിൾ സ്റ്റെപ്സ്, പക്ഷെ അത് ജീവിതത്തെ വളരെ അധികം മാറ്റുവാനും ചേഞ്ച് ചെയ്യാനും ഉപകാരപ്രദമാവുന്നുള്ള സംശയമില്ല. താങ്ക് യു ഗോപാലകൃഷ്ണൻ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം സാറേ. ഞാൻ വൈകിയാണ് എത്തിയത്, ഒരു മീറ്റിങ്ങിലായിരുന്നു. പക്ഷെ ആ കേട്ട സമയം മുഴുവൻ ഈ ദിവസത്തെ എന്നല്ല, ഈ 2026 തുടങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം വളരെ സിമ്പിളായിട്ട് ജോൺ സാർ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട, എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാനും ഇതുപോലെ പുതിയ പഠനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനും ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനും ഒക്കെയുള്ള വഴികൾ സാറ് പറഞ്ഞതെന്ന് ഒരുപാട് സന്തോഷം. ഇന്നത്തെ എനിക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ക്ലാസ്. വളരെ എന്താ പറയാ, ഒരു വൈകാരിക ബന്ധം പുലർത്തുന്നതുമാതിരിയുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് തന്നത് സാർ. ഒരുപാട് എന്താ, ഒരു മനുഷ്യര് മാറണം എന്നുള്ള ഒരു ഉൾക്കാഴ്ചയോട് കൂടി സാറ് ക്ലാസ് എടുത്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തു സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സമൂഹത്തിൽ കുറെ നല്ല ആൾക്കാരും കുറെ ഇത് എന്താ പറയുക, മോശപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ മോശമായ ആൾക്കാരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്തൊരു വ്യസനം മനസ്സിലുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഉപകാരം ചെയ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉള്ളതുവരെ നമ്മൾ ഓർക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ്സിലൂടെ പോകാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു 18-ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ KSRTC ബസ്സിൽ എറണാകുളം വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ സമയത്തിന് എത്താൻ വേണ്ടി ഞാൻ ആലുവയിൽ ഇറങ്ങി മെട്രോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ ആലുവയിൽ മെട്രോയിൽ ഇറങ്ങാൻ നേരത്ത്
കണ്ടക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, മാം ഇപ്പൊ എന്തിനാണ് ഇറങ്ങണത്? എറണാകുളം വരെ ടിക്കറ്റ് എടുത്ത ആളല്ലേ. അപ്പൊ എറണാകുളം എത്തിയിട്ട് സമയം, ഞങ്ങൾ ഇന്ന് നേരത്തെയാണ് പോണത്, സമയം അവിടെ എത്തിയിട്ട് സമയം ആയാൽ മാത്രം മാം പോയാൽ പോരെന്നൊന്നും ശരിക്കത് കാരണം ഒരു KSRTC കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കണേ ഇല്ല. നമ്മളൊക്കെ കണ്ടിട്ടുള്ള റൂഡായിട്ടും അങ്ങനെ സ്പീഡിൽ പോകണം, അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത്. ശരിക്കും അങ്ങനെ ഒരു ചിരിയോട് കൂടെയുള്ള ഒരു അങ്ങനെ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞു. ഞാൻ എന്നാ പിന്നെ ഇരിക്കാൻ, നിങ്ങൾ എവിടെയാണോ എന്ന് വെച്ചാൽ അടുത്തുള്ള, എനിക്ക് സമയമാണെങ്കിൽ എനിക്കൊരു മെട്രോ സ്റ്റേഷനിൽ നിർത്തി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് നിർത്തി. പക്ഷേ ഞാൻ വിചാരിച്ചാലും 10 മിനിറ്റ് നേരത്തെ എനിക്ക് അവിടെ എത്താൻ സാധിച്ചു. ഞാൻ വളരെയധികം നന്ദി പറഞ്ഞു. അപ്പൊ അതായത് ഒത്തിരി നല്ല മനുഷ്യരും ഉണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പൊ അതും കൂടെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് വെക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഡെപ്ത് ഉള്ള ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനും കൂടെ സാധിച്ചാൽ വളരെ ഒന്നാമത് എൻഗേജ് ആകും, പിന്നെ അപ്ഡേറ്റ് ആകും, എല്ലാം കൊണ്ടും നല്ലത് തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. എനിക്ക് തോന്നിയത്, ഞാൻ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? പറയൂ സാർ. എനിക്ക് തോന്നുന്നത് പ്രേമം എന്ന് പറഞ്ഞ സിനിമയിലൊരു ടാഗ് ലൈൻ ഉണ്ട്, ജാവ ഭയങ്കര സിമ്പിളാണ്, പവർഫുൾ ആണെന്ന്. അതുപോലെയാണ് ഗോപാലകൃഷ്ണൻ സാർ ഭയങ്കര സിമ്പിൾ ആയിരുന്നു, പക്ഷെ പവർഫുൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ഓരോ കാര്യങ്ങൾ. ആൻഡ് ലുക്കിംഗ് അറ്റ് യുവർ ഡിമാനർ ആൻഡ് ദ വേ യു ആർ പ്രസന്റിങ് യുവർ സെൽഫ്, ദ സ്മൈൽ ദാറ്റ് യു ഹാവ്. ഒരു കാരണവർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരു കാരണവർ വന്നിട്ട് അമ്പലമുറ്റത്ത് അല്ലെങ്കിൽ ആൽച്ചുവട്ടിൽ വന്നിട്ട് ചില ആൾക്കാരോട് പറയില്ലേ, അതുപോലെ അത്രയും സുഖമായിട്ടൊരു പ്രസന്റേഷൻ ആയിരുന്നു. കേട്ടിങ്ങനെ ഇരുന്നു. സാധാരണ ഞാനൊരു 15, എനിക്കും 10-25 വയസ്സായി, ചെറുപ്പക്കാരനൊന്നുമല്ല. അപ്പൊ സംബഡി കനോട്ട് ഹോൾഡ് മീ, ഐ യൂഷ്വലി സ്വിച്ച് ഓഫ്. പക്ഷെ യു ഹെൽപ് മീ ത്രൂ ഔട്ട് ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നൈസ് ക്ലാസ് സർ, താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലസ്. താങ്ക് യു സർ, താങ്ക് യു ലോട്ട്. വേണു പറയുന്നുണ്ട്. വേണു, നമസ്കാരം. എൻ്റെ അടുത്താണോ സാറേ? അതെ അതെ പറയൂ. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ഈ സെഷനിലെ ഈ ഒരു ഗ്യാങ്ങിന്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്, ഗോരൻ സാറാണ് മീൻസ് ഒരു ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ള പറയുകയും ഇതില് 2026 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു വെടിക്കെട്ട് എന്ന് തന്നെ പറയാം. അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും, ബട്ട് അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രസംഗമായി വരാനായിട്ടാണ് പ്രയാസം. ബട്ട് ഗോപാലൻ സാറ് വളരെ ലാളിത്യത്തോടുകൂടി എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിൽ 2026 എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. സാറേ, സാറേ നല്ലൊരു സെഷൻ. സ്വന്തം ജീവിതാനുഭവങ്ങൾ, സാറ് സ്കില്ല് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ നമുക്കുണ്ടാകേണ്ട ദിശാബോധം എപ്രകാരമായിരിക്കണം 2026 ഒരു വീണ്ടെടുക്കുവാനുള്ള ആ ഊർജമാണ് സാർ തന്നിരിക്കുന്നത്. നല്ല മനോഹരമായ സെഷൻ, ഒരു വൈബ് സൃഷ്ടിക്കുന്ന ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വിൻസെന്റ് സാർ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? എങ്കില് നമ്മുടെ അടുത്ത ഒഫീഷ്യൽ കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വൈകുന്നേരത്തിന് ഇത്രയും മനോഹരമാക്കാൻ ഈ സദസ്സിൽ എല്ലാവരും സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇന്നത്തെ സ്റ്റാറായ ഗോപാലകൃഷ്ണൻ സാറിനെയാണ് പ്രത്യേകം ഞാൻ നന്ദി അർപ്പിക്കുന്നത്. എനിക്ക് സാറിനോട് നന്ദി പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, സാധാരണ ട്രെയിനേഴ്സും ഇതുപോലെ മോട്ടിവേഷൻ തരുന്നവരായിട്ടുള്ള ആളുകളെല്ലാം അയാൾ പറഞ്ഞു, ഈ വ്യക്തി പറഞ്ഞു, മറ്റേ അങ്ങേര് അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ച് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണെന്ന് വളരെ സുതാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ പറയുന്നതാണ് ഹൃദയത്തിൽ നിന്ന് കിട്ടിയ ഈ അനുഭവം നമുക്കത് ഉപകാരപ്രദം ആകുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ജോൺ ബേബി സാറ്, സെക്രട്ടറി സൈജു, ഞങ്ങളുടെ MC ആയി പ്രവർത്തിച്ച ജയശ്രീ മാഡത്തിന്,
അതുപോലെ ഓരോ വ്യക്തികൾക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമ്മേളനം നമുക്ക് അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. താങ്ക് യു. താങ്ക് യു.